Hi, this is Little Soul. Welcome to my Divine Journals. അപ്പോൾ ഇതെൻ്റെ ബൈബിൾ ജേണലിൻ്റെ സെക്കൻഡ് എപ്പിസോഡാണ്. ഇന്ന് ഞാൻ ബൈബിൾ ജേണൽ ചെയ്യുന്നത് ഓസ്ട്രേലിയൻ ഗായികയായ സിയയുടെ ദി അൺസ്റ്റോപ്പബിൾ എന്ന പാട്ടിനെ ആസ്പദമാക്കിയാണ്. ഈ പാട്ട് നമുക്കെല്ലാവർക്കും വളരെ ഫെമിലിയറാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലെല്ലാം തന്നെ ഈ ഒരു പാട്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് മോട്ടിവേഷൻ വീഡിയോസ് നമ്മൾ കണ്ടിട്ടുമുണ്ട്. ഈ പാട്ടിൻ്റെ ഹൈലൈറ്റഡ് പോർഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഐ പുട്ട് മൈ ആമർ ഓൺ ആൻഡ് ഐ ഷോ യു ഹൗ സ്ട്രോങ് ഐ ആം എന്നാണ്. അതിനുശേഷമാണ് ഐ ആം അൺസ്റ്റോപ്പബിൾ, ഐ ആം എ പോർഷെ വിത്ത് നോ ബ്രേക്ക്, ഐ ആം ഇൻവിൻസിബിൾ എന്ന വരികളൊക്കെ വരുന്നത്. അപ്പോൾ ഈ പാട്ട് കേട്ട് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ചിന്തിച്ച് നോക്കിയപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മളെ എല്ലാ സിറ്റുവേഷനിലും കവർ ചെയ്ത് പിടിക്കുന്ന ഒരു കവചം അല്ലെങ്കിൽ പരിചയം, അങ്ങനെ എൻ്റെ ലൈഫിൽ എനിക്ക് അവകാശപ്പെടാനായിട്ട് ഈശോ അല്ലാതെ വേറെ ഒന്നുമില്ല എനിക്കൊരു കവചമായിട്ടുണ്ടെങ്കിൽ. അതായത് ഈശോ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ, ഈശോ നമ്മുടെ കവചവും പരിചയമായി നമ്മോടൊപ്പം ഉള്ളപ്പോൾ ഈ ഒരു അൺസ്റ്റോപ്പബിൾ എന്ന പാട്ട് നമ്മുടെ ലൈഫിൽ എത്രത്തോളം ആപ്ലിക്കബിൾ ആണെന്നാണ് നമ്മൾ ഈ പാട്ടിൻ്റെ വരികളും ബൈബിൾ വചനങ്ങളും വെച്ച് നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഈ ജേണലിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് നോക്കാം. ഞാൻ ബ്ലാക്ക് സ്കെച്ച് പെൻ വെച്ച് കുറച്ച് വരകൾ വരച്ചിട്ട് അതിനിടയിലായിട്ട് കുറച്ച് ഹാർട്ട് ഷേപ്പുകളും കൂടെ വരച്ച് കൊടുത്തിട്ട് ഒരു പാറ്റേണാണ് ഇന്ന് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇനി ഞാനിവിടെ ഒരു പിങ്ക് കളറിലൊരു ചാർട്ട് പേപ്പർ എടുത്തിട്ടുണ്ട്. ഞാൻ ഇന്നൊരു പിങ്ക് ആൻഡ് ബ്ലാക്ക് തീമിലാണ് ഈ ഒരു ജേണൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനൊരു ചാർട്ട് പേപ്പർ എടുത്തിട്ട് ഒരു വേവ് പോലെ കയറ്റി ഇറക്കിയും അതിങ്ങനെ ഒന്ന് കീറിയെടുത്തിട്ട് ആ കീറിയതിൻ്റെ രണ്ട് ഭാഗങ്ങളും ഒന്ന് പേജിൻ്റെ മുകൾ ഭാഗത്തും ഒന്ന് താഴെയായിട്ട് ഒട്ടിക്കുകയാണ്. അപ്പോൾ ഇടതുവശത്തെ പേജിൽ ഒട്ടിക്കാനായിട്ട് ഞാൻ പിങ്ക് ചാർട്ട് പേപ്പറിൽ 2 പാറ്റേൺ വരച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഗോഡ് ഈസ് ലവ് എന്നുള്ളത് എഴുതി ഒരു പാറ്റേണും കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ട് ജേണലിലൊക്കെ പലരും നമുക്ക് മേടിക്കാൻ കിട്ടുന്ന ഇതുപോലെയുള്ള പാറ്റേൺസ് ഉണ്ട്, റൈറ്റിംഗ് പാറ്റേൺസ് ഉണ്ട്, ലവ് അങ്ങനെയുള്ള പാറ്റേൺസ്. അപ്പോൾ ഞാനോർത്ത് ഗോഡ് ഈസ് ലവ് എന്നെഴുതി ഒരു പാറ്റേൺ ഉണ്ടാക്കിയിട്ട് ബൈബിൾ ജേണലല്ലേ, അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇന്നത്തെ ജേണലിൻ്റെ ഹെഡിങ് ഒട്ടിച്ചു കൊടുക്കാം. ഇന്ന് ഞാൻ എനിക്ക് കാലിഗ്രാഫി സ്റ്റൈലിൽ എഴുതണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ എഴുതാൻ അറിയത്തില്ലാത്തത് കൊണ്ട് എനിക്ക് വേണ്ട ഈ ഒരു ഹെഡിങ് ജെമിനിയെ കൊണ്ട് അതിൻ്റെ ഒരു കാലിഗ്രാഫി ചെയ്യിപ്പിച്ചിട്ട് അത് പേപ്പർ കട്ട് എന്ന് പറയുന്ന ഒരു ആപ്പിൽ കൊണ്ടുപോയി അത് ലോക്ക് ചെയ്ത് വെക്കും. നമ്മൾ മൊബൈലിൻ്റെ പുറത്തിങ്ങനെ വെച്ച് വരയ്ക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെ അതിലൊരു ലോക്കുണ്ട്. ആ ലോക്ക് ഇട്ട് വെച്ചിട്ട് അങ്ങനെ സ്കെച്ച് പെൻ വെച്ച് വരച്ചെടുത്തതാണ്. അപ്പോൾ ലെറ്റേഴ്സിന് അത്ര ഫിനിഷിംഗ് ഇല്ല, എങ്കിലും എനിക്കൊരു ആഗ്രഹമായിരുന്നു ഒരു കാലിഗ്രാഫി സ്റ്റൈലിൽ ആ ഹെഡിങ് എഴുതണമെന്ന്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഹെഡിങ് അഥവാ ഇന്നത്തെ എൻ്റെ ഒരു തീം എന്ന് പറയുന്നത് ഐ ആം അൺസ്റ്റോപ്പബിൾ വെൻ ജീസസ് ഈസ് ബൈ മൈ സൈഡ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പോലെ പിൻട്രസ്റ്റിൽ നിന്ന് A4 പേപ്പറിൽ കളർ പ്രിൻ്റ് എടുത്തിട്ട് വൈറ്റ് ഔട്ട്ലൈൻ ഇട്ട് കട്ട് ചെയ്ത കുറച്ച് സ്റ്റിക്കേഴ്സ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വചനം ഒട്ടിച്ചതിന് ശേഷമുള്ള ബാക്കി ഏരിയയിലേക്ക് ഇത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ വചനം ഇതാണ്: കർത്താവ് എൻ്റെ ശക്തിയും പരിചയമാണ്. സങ്കീർത്തനം 28:7. അടുത്ത വചനം: ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും. റോമ 8:31. അടുത്ത വചനം: കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്, മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാൻ സാധിക്കും. സങ്കീർത്തനം 118:6. അടുത്തതായി: നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം കൈവരിക്കുന്നു. റോമ 8:37. അടുത്ത വചനം: വിജയം നൽകുന്നത് കർത്താവാണ്. സുഭാഷിതങ്ങൾ 21:31. അടുത്തത്: എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. ഫിലിപ്പി 4:13. അടുത്തത്: സൈന്യബലത്താലല്ല കരബലത്താലുമല്ല, എൻ്റെ ആത്മാവിനാലാണ്. സക്കറിയ 4:6. അവസാനത്തെ വചനം: ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും എൻ്റെ ഹൃദയം ഭയമറിയുകയില്ല. എനിക്കെതിരെ യുദ്ധമുണ്ടായാലും ഞാൻ ആത്മധൈര്യം വെടിയുകയില്ല. സങ്കീർത്തനം 27:3.
അപ്പോൾ ഇനി നമുക്ക് ഈ സ്റ്റിക്കർ ബുക്കിൽ നിന്ന് 1-2 സ്റ്റിക്കേഴ്സ് കൂടി ഒട്ടിച്ചു കൊടുക്കാം. ആക്ച്വലി സ്റ്റിക്കേഴ്സ് വരച്ച് നമ്മൾ കട്ട് ചെയ്ത് ഒട്ടിക്കുന്നതും പ്രിൻ്റ് എടുത്ത സ്റ്റിക്കേഴ്സ് ഒട്ടിക്കുന്നതും സ്റ്റിക്കർ ബുക്കിൽ നിന്നുള്ള സ്റ്റിക്കർ ഒട്ടിക്കുന്നതൊക്കെ നമുക്ക് വളരെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുന്നൊരു കാര്യമാണെങ്കിലും ഇതൊരു ബൈബിൾ ജേണൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പർട്ടിക്കുലർ തീമിലുള്ള വചനങ്ങൾ കണ്ടെത്തി അത് എഴുതി അതൊന്ന് നല്ല കളറൊക്കെ ചെയ്ത് ഇതിലൊട്ടിക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തരുന്നത് ഈ വചനങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുന്നത് തന്നെയാണ്. ഇതാണ് ഇന്നത്തെ നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്ക്. ആക്ച്വലി ഇപ്പോൾ കാണിച്ച ഇത്രയും സമയമല്ല, ഇതിൽ കൂടുതൽ സമയം ഈ ബൈബിൾ ജേണലിൻ്റെ പ്രിപ്പറേഷന് വേണ്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ മുതൽ A to Z പ്രിപ്പറേഷൻസ് കാണിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം.